ലൈറ്റിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് ഇവിടെ ഉള്ളത്. ഇതെന്തിനാണ് പണിതേക്കുന്നത്? ഇത് നമുക്ക് മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് കടകളിലേക്ക് അവരുടെ ഡിസ്പ്ലേ ആയിട്ട് അവർക്ക് യൂസ് ചെയ്യാം. ഇവന്റ് മാനേജ്മെന്റ് ടീമിനൊക്കെ ഇവന്റിൽ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാൻ നിങ്ങളുടെ സ്ഥാപനത്തിൽ കയറിയപ്പോ ഞാൻ മറ്റേ ഡിജെയുടെ ഇങ്ങനത്തെ കറങ്ങേണ്ട സാധനങ്ങളുണ്ട്. മൂവി ഹെഡ് മിനി മോഡൽസും വലിയ മോഡൽസും ഒക്കെ ആയിട്ട് നമ്മളിപ്പോൾ അത് ഇമ്പോർട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചൈനയിൽ വിത്ത് റോ മെറ്റീരിയൽസും അതിന്റെ സ്പെയർ പാർട്സും നമ്മൾ വാറന്റിയോട് കൂടിയിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. മാല ബൾബിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു പുതിയൊരു ഇന്നോവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാല ബൾബിന്റെ വയർ ഇപ്പൊ ചേസർ വെച്ചിട്ടുള്ള ഒരു മാല ബൾബ്, ആ മാല ബൾബിനെ ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഓരോ 4 ലൈൻ ചേസറിനും വയർ എക്സ്റ്റെൻഡ് ചെയ്യണം. ഇത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ വഴി, വയർലെസ് കമ്മ്യൂണിക്കേഷൻ വഴി നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്തു. ഇപ്പൊ ഒരു മാല ബൾബ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം വയർ വലിച്ചിട്ട് അതിൽ അത് ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 3 വയർ വേറെ ഇത് നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇത് അതിനനുസരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് കിലോമീറ്റേഴ്സ് ഇത്ര ഇട്ടാലും ഇതനുസരിച്ച് നിങ്ങൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ നമ്മ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു കമ്പനിയിൽ തന്നെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും എന്നും ചെയ്തോണ്ടിരിക്കും. ഇപ്പൊ എല്ലാ വർഷവും അത് തന്നെ ആയിരിക്കും ചെയ്തോണ്ടിരിക്കുക. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പോലെ തന്നെ ഇന്നോവേഷൻ നടക്കണം. ഓരോ വർഷം പുതിയ പുതിയ സാധനങ്ങളും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വെൽക്കം ടു നിഫിൻ വ്ലോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ചാലക്കുടിക്കാരൻ. ലൈറ്റിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് ഇവിടെ ഉള്ളത്. എൻ്റെ നാട്ടുകാരനാണ്, ചാലക്കുടിക്കാരനാണ്. എല്ലാവരും പല ബിസിനസ്സും ചെയ്യുന്നുണ്ടാവും ലൈറ്റിന്റെ. പക്ഷെ ലൈറ്റിൽ അതിൽ എന്തൊക്കെയൊക്കെ സാധ്യതകൾ, എങ്ങനെയൊക്കെയും ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയും ഇതിൽ വ്യത്യാസം വരുത്താമെന്ന് കണ്ടുപിടിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ ഇതൊക്കെ കണ്ടില്ല, ആളുടെ ഇപ്പോഴത്തെ പുതിയൊരു ഇന്നോവേഷൻ കാര്യങ്ങളാണ്. ഇതാണ് ദീപു ചേട്ടൻ. ശരിക്കുള്ള പേര് ദീപക് എന്നാണ്. എനിക്ക് ഇത് ശരിക്കുള്ള പേരൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ദീപു ചേട്ടൻ എന്ന് വിളിച്ചിട്ട് അങ്ങനെയുള്ള പരിചയം. ആളുടെ ഈ സ്ഥാപനമാണ്. ഇതിന് എന്തൊക്കെ സാധ്യതകളുണ്ട്? കാരണം പുതിയ ഇന്നോവേഷൻസ്, ജോബ് ഓപ്പർച്യൂണിറ്റി, ലൈറ്റിന് ഇനി എന്തൊക്കെ സാധ്യതകൾ നമുക്ക് വരാൻ പറ്റും ഒന്ന് പറഞ്ഞു കൊടുക്കാം. ലൈറ്റ്സ് ഡ്രൈവേഴ്സിന്റെ മാനുഫാക്ചറിങ് കാര്യങ്ങളാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 12 വർഷമായി നമ്മളുടെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ മാനുഫാക്ചേഴ്സ് ആണ്. നമ്മൾ കംപ്ലീറ്റ്ലി മാനുഫാക്ചേഴ്സ് ആണ്. ഈ റോ മെറ്റീരിയൽസ് നിങ്ങൾ റോ മെറ്റീരിയൽസ് നമ്മളിപ്പോ റീസെന്റ് ഇപ്പൊ ചൈനയിൽ നിന്നാണ് ഇപ്പൊ പർച്ചേസ്. പണ്ട് നമ്മൾ ആദ്യം ഡൽഹി, ബോംബെ എന്നൊക്കെ ആയിരുന്നു. എന്തുകൊണ്ട് ചൈന എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക്? ചൈന എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പേടിയാണ്. അതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒരു ടെൻഷനാണ്. അതിന്റെ വാറന്റി കാര്യങ്ങളൊക്കെ ഇഷ്യൂസ് ഒക്കെ വരുന്ന ഒരു സെഗ്മെന്റ് ആണ് ചൈന. പക്ഷെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് റോ മെറ്റീരിയൽസ് ഡയറക്റ്റ് ചൈനയിൽ പോയി നിന്ന് പർച്ചേസ്, ഡയറക്റ്റ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയിട്ടാണ് നമ്മളിപ്പോൾ ചൈനയിൽ നിന്ന് സാധനങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യാനായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചൈനയിൽ നിന്ന് അത്ര ദൂരത്തിൽ നിന്ന് പോയി ഇവിടേക്ക് കൊണ്ടിരുന്നു, ഡൽഹി തൊട്ടടുത്ത്. എന്നിട്ട് എന്തുകൊണ്ട് അപ്പൊ പ്രൈസ് കമ്പാരിസൺ വരുമ്പോ ചൈനയിൽ നിന്ന് കൊണ്ടുവരുമ്പോ കൂടുതൽ വരാൻ സാധ്യതയില്ല? റോ മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ റോ മെറ്റീരിയൽസിന്റെ സോഴ്സ് വരുന്നത് ചൈന തന്നെയാണ്. ഡൽഹിയിലേക്ക് നമ്മൾ ഡൽഹിയിൽ നിന്നാണ് നമ്മൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഡയറക്റ്റ് ഇപ്പൊ പർച്ചേസ് ഇതിനൊക്കെ ഇന്നോവേഷൻ നിങ്ങൾ ഇപ്പൊ ചെയ്തേക്കുന്നത്, ഇത് ഐഡിയ എവിടെ നിന്നാണ് വന്നത്? ചൈനയിൽ നിന്ന് വന്ന ഒരു ഐഡിയ തന്നെയാണ്. റോ മെറ്റീരിയൽസ് ചൈനയുടെയാണ്, ഐഡിയ വന്നതും ചൈനയിൽ നിന്ന്. അവിടെയൊക്കെ വലിയ വലിയ ടവറുകളുടെ ഒരു മിനിയേച്ചർ മോഡൽ മാത്രമാണ് നമ്മളിവിടെ ചെയ്യാൻ ശ്രമിച്ചത്. പുതിയ സംരംഭകര് ചൈനയിൽ പോയി കഴിഞ്ഞാൽ എന്താണ് കാര്യം എന്നുള്ളത്? നമ്മൾ എന്ത് ബിസിനസ് ആയിട്ടൊന്നല്ല ചൈനയിലെ നമ്മൾ കാണേണ്ടത്. എന്ത് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടായാലും ഇപ്പൊ പുതിയ വരുന്ന തലമുറകൾക്കായാലും ചൈനയിലൊന്ന് വിസിറ്റ് ചെയ്താൽ അവർക്ക് കിട്ടാവുന്ന നോളജും അവർക്ക് കിട്ടാവുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് ഹ്യൂജ് ആണ്. അതിന് ഏതാണ് അവരുടെ ഫീൽഡിൽ നിന്ന് തെരഞ്ഞെടുത്ത് അവർക്ക് വേണ്ട സപ്പോർട്ടൊക്കെ നമുക്കും കൊടുക്കാൻ പറ്റും. ചേട്ടന്റെ പ്രായത്തിൽ പറഞ്ഞ ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അന്നൊക്കെയും ഗവൺമെന്റ് ജോലിയാണ്. ഈ പഠിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ജോലി. എങ്ങനെ ഈ ബിസിനസ്സിലേക്ക് വന്നു? ഞാൻ തൃശ്ശൂർ ഒരു ലൈറ്റിന്റെ സ്ഥാപനത്തിൽ ഒരു കുറച്ച് നാള് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇലക്ട്രോണിക്സിലും മാനുഫാക്ചറിങ്ങിലും ഈ LED ഡ്രൈവേഴ്സിലൊക്കെ നല്ലൊരു സാധ്യതകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അതിൽ ഈ ഒരു ഫീൽഡിലേക്ക് നമ്മൾ കടന്നു വരാൻ കാരണം ഉണ്ടായത്. ഇപ്പോൾ ലൈറ്റ്സ് ആൻഡ് ഡ്രൈവേഴ്സിന്റെ എന്ത് സംബന്ധമായ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് സൊല്യൂഷൻ ആയാലും അവർക്ക് കിട്ടാത്ത എന്താണെങ്കിലും നമുക്ക് എത്തിച്ചു കൊടുക്കാനും മാനുഫാക്ചറിങ് ചെയ്ത് കൊടുക്കാനുമുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മുകളിൽ കാണുന്ന ഈ ഇന്നോവേഷൻ അത് ചൈനയിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞു. ഇതെന്തിനാണ് പണിതേക്കുന്നത്?
ഇത് നമുക്ക് മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് കടകളിലേക്ക് അവരുടെ ഡിസ്പ്ലേ ആയിട്ട് അവർക്ക് യൂസ് ചെയ്യാം. ഇവന്റ് മാനേജ്മെന്റ് ടീമിനൊക്കെ ഇവന്റിൽ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കളർഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ DJ അതിനൊക്കെ നമുക്ക് സൗണ്ട് സെൻസ് ചെയ്ത് വർക്ക് ചെയ്യാനും ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ലെറ്റേഴ്സും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട്. ഒരു സ്ഥാപനത്തിൽ വെക്കുമ്പോൾ ഇതിൽ ലെറ്റേഴ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് അഡ്വർടൈസ്മെന്റിന് ഏറ്റവും ബെറ്റർ പുതിയ ന്യൂ ടെക്നോളജീസ് ആണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഈ ഒരു ഐഡിയ, ഈ ഒരു ഇന്നോവേഷൻ ഞാൻ ഇത് എവിടെയും കണ്ടിട്ടില്ല. സീരിയസ് ആയിട്ട് പറയാം, എവിടെയും ഞാൻ കണ്ടിട്ടില്ല. വിദേശത്തേക്കും കണ്ടിട്ട് ദുബായിലേക്കും ഇങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ ഹ്യൂജ് ആണ്. നമ്മുടെ ഇവിടെ അത് ഞങ്ങളുടെ ചാലക്കുടിയിൽ ഇതുപോലത്തെ ഇന്നോവേറ്റീവ് ഐഡിയ വെച്ചിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. ഈ സംഭവം നമ്മുടെ മാർക്കറ്റിംഗ് നല്ല രീതിയിൽ ഉപകാരപ്പെടും. ഒരു സ്ഥാപനം അട്രാക്റ്റീവ് ആവണമെങ്കിൽ ലൈറ്റ് എന്ന് പറഞ്ഞ കാര്യം വലിയ ഇമ്പോർട്ടന്റ് ആണ്. ശരിയല്ല, തീർച്ചയായിട്ടും. കാരണം നെയിൻ ബോർഡ് ആണെങ്കിലും എന്തായാലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു സാധനം വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അട്രാക്ട് ആയിട്ട് പോകും. അത് അവർക്ക് ബിസിനസ്സിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. ഞാൻ നിങ്ങളുടെ സ്ഥാപനത്തിൽ കയറിയപ്പോ ഞാൻ മറ്റേ DJയുടെ ഇങ്ങനത്തെ കറങ്ങേണ്ട സാധനങ്ങളുണ്ട്. അതെന്തിനാ ഇവിടെ വെച്ച്? കാരണം നമ്മുടെ ഇവിടെ കുറെ സുലഭമാണ്. പിന്നെ എന്തിനാ നിങ്ങൾ അവിടെ അത് വെച്ചാൽ മൂവി ഹെഡ് മിനി മോഡൽസും വലിയ മോഡൽസും ഒക്കെ ആയിട്ട് നമ്മൾ അത് ഇമ്പോർട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചൈനയിൽ വിത്ത് റോ മെറ്റീരിയൽസും അതിന്റെ സ്പെയർ പാർട്സും നമ്മൾ വാറന്റിയോട് കൂടിയിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. ഞാനൊരു കാര്യം ചെയ്തിട്ട് അത് കംപ്ലൈന്റ് വരുന്ന സാധനമാണ് ഏറ്റവും കൂടുതൽ ക്യാരി ചെയ്യുന്ന മെറ്റീരിയലായ കാരണം അതിൽ നിന്ന് വരുന്ന അതിന്റെ കംപ്ലൈൻസും യൂസ് ചെയ്ത് വരുന്ന കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ ആയിട്ടായാലും എന്ത് കംപ്ലൈന്റ് വന്നാലും നമുക്ക് അതിന്റെ സൊല്യൂഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. നമുക്ക് സൊല്യൂഷൻ അത് നമുക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ സർവീസ് ഉണ്ടാവുന്നു. അപ്പൊ ഇത് പുറത്തുനിന്നുള്ളവർക്ക് അങ്ങനെ സർവീസും കാര്യങ്ങളും കുറവാണ്. റോ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി കുറവാണ്. ഒരുപാട് ബ്രാൻഡ്സ് ഉള്ള കാരണം ഓരോ ബ്രാൻഡിന്റെ ബോർഡുകളും അതൊക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മളുടെ ബോർഡുകളിൽ നമ്മൾ അതിന്റെ ബ്രാൻഡ്സും അതിൽ ഡ്രൈവേഴ്സും എല്ലാം നമ്മൾ കീപ്പ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് വേണ്ട ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് ആൻഡ് സൗണ്ട് അവർക്കുള്ള മെറ്റീരിയൽ ആണ്. അതായത് B2B ബിസിനസ്, ബിസിനസ്സുകാർക്ക് കൊടുക്കാനുള്ള സാധനം. അതെ, അവർക്ക് വേണ്ട റോ മെറ്റീരിയൽസ് ആണ് നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സാധനത്തിന് ബോർഡിൽ വ്യത്യാസങ്ങളുണ്ട്? അതെ, ഒരു ബോർഡിൽ എല്ലാ ഡിഫറെന്റ് ബോർഡ്സ് ആണ്. അതിൽ വേണ്ട ആംബിയറും വോൾട്ടേജും കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആണ്. അതിലേക്ക് വേണ്ട അതുകളാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വാങ്ങിക്കുമ്പോ ആ ബോർഡ് നിങ്ങൾ സർവീസ് ചെയ്ത് പക്കാക്കി തരും, വേറെ പ്രശ്നങ്ങളൊന്നും. പുതുതലമുറയ്ക്ക് ഈ ബിസിനസ്, ഈ ലൈറ്റിന്റെ ബിസിനസ്സിലേക്ക് വരാൻ ചേട്ടൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും പുതിയ തലമുറയ്ക്ക് കടന്നു വരാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ്. ലൈറ്റ്സ് ആയാലും സൗണ്ടിന്റെ ആയാലും DJ എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ആയാലും അതിന് ഇൻഫിനിറ്റിയാണ്. അതിന് ഇൻഫിനിറ്റി ഓഫ് നമ്പേഴ്സ് ആയിട്ടുള്ള ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവരുടെ ആശയത്തിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതെനിക്ക് തോന്നുന്നത് ഇത് കോമ്പറ്റീറ്റഡ് ഫീൽഡ് ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. ലൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ട്, പക്ഷേ ഇന്നോവേഷനിൽ അതിൽ വെറൈറ്റി, നമ്മൾ എന്ത് വെറൈറ്റി കണ്ടെത്താമെന്ന് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറൈറ്റീസ് ഓഫ് മെറ്റീരിയൽസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എനിക്കിപ്പോ തോന്നുന്നു പണ്ട് മാല ബൾബൊക്കെ ഇടുന്നത് അത് ചാട്ടയായി, പിന്നെ അതിനെ കുറെ ക്രിയേറ്റ് ചെയ്ത് അപ്പൊ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഐഡിയാസ് ഒന്നും ഉണ്ടാവില്ല. എന്റെ യാത്രയിൽ ഞാൻ ഉള്ള എക്സ്പീരിയൻസ്, യാത്ര ചെയ്തപ്പോഴാണെങ്കിൽ കുറേക്കും നമ്മുടെ മൈൻഡ് തന്നെ ഏറ്റവും വൈഡാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയത്. അപ്പൊ ചൈനയിൽ പോയ പുള്ളിക്കാരനെ ഒന്ന് ചിന്തിച്ചാൽ മാല ബൾബിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു പുതിയൊരു ഇന്നോവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാല ബൾബിന്റെ വയർ ഇപ്പൊ ചേസർ വെച്ചിട്ടുള്ള ഒരു മാല ബൾബ്. ആ മാല ബൾബിനെ ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഓരോ 4 ലെയർ ചേസറിനും വയർ എക്സ്റ്റെൻഡ് ചെയ്യണം. ഇത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ വഴി, വയർലെസ് കമ്മ്യൂണിക്കേഷൻ വഴി നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വയറ് സേവ് ചെയ്യാം. ഈ ലൈറ്റ്സ് ആൻഡ് സൗണ്ടുകാർക്ക് അതിന്റെ വയർ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് സേവ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷനിൽ ഓട്ടോ സിങ്ക്രണൈസേഷൻ ചെയ്തിട്ട് വരുന്ന ഒരു ടെക്നോളജി തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. അതായത് ഇപ്പൊ ഒരു മാല ബൾബ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം വയർ വലിച്ചിട്ട് അതെ, അത് ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 3 വയർ വേറെ ഇത് നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇത് അതിനനുസരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് കിലോമീറ്റേഴ്സ് ഇത്ര ഇട്ടാലും ഇതനുസരിച്ച് നിങ്ങൾ ഇന്നോവേറ്റ് ചെയ്തെടുത്ത ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അതൊരു സംഭവം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മള് എന്തിൽ നിക്കണമെന്നല്ല, ആ നിക്കുന്ന സാധനം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റിവിറ്റിയാണ് ഏറ്റവും വലിയ പുതിയ തരമായിട്ട് ഇന്നോവേഷനിലാണ് നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകുള്ളൂ. ഞാൻ ചെറുപ്പത്തിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇദ്ദേഹം ITI കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താ ഗൾഫിൽ പോയിക്കൂടെ, എന്താ ഇവിടെ നിൽക്കണേന്ന്. ഞാൻ ഇപ്പൊ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് 10 വർഷം ഇവിടെ നിൽക്കാനുള്ള കാരണം? ഇപ്പൊ നമ്മ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു കമ്പനിയിൽ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും എന്നും ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ എല്ലാ വർഷവും അത് തന്നെയായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പോലെ തന്നെ ഇന്നോവേഷൻ നടക്കണം.
ഓരോ വർഷം പുതിയ പുതിയ സാധനങ്ങളും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ കൂടുന്നാണ് പറയണേ. ആ. അപ്പോൾ അതിനുള്ള ഫ്രീഡം ഇദ്ദേഹം തരുന്നുണ്ടോ? തരുന്നുണ്ട്. ഞാൻ അതാണ് ഒരു വർക്കിംഗ് സ്പേസിൽ ഇത്ര 10 വർഷം നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. കാരണം അദ്ദേഹത്തിന് അതിൻ്റെതായ ഫ്രീഡം, ആൾക്ക് പറഞ്ഞില്ലേ ക്രിയേറ്റിവിറ്റിയും ആളുടെ ഇന്നോവേഷൻ ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കുന്ന കാരണം കൊണ്ടാണ് ആളിവിടെ നിൽക്കുന്നത്. അതിന് വലിയൊരു അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം ഇങ്ങനെ ഞാൻ നിർബന്ധിച്ച് വിളിച്ച് നിർത്തിയേക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ചൈനയിൽ നിന്ന് ഇദ്ദേഹം ലൈറ്റ് മാത്രമല്ല, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ചൈനയിൽ നിന്ന് അത് ഇദ്ദേഹം നേരിട്ട് പോയിട്ട് ക്വാളിറ്റി എല്ലാം അഷ്യൂർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇറക്കി തന്നിരുന്നതായിരിക്കും. അങ്ങനത്തെ ഒരു ബിസിനസ്സും ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. അത് ലോജിസ്റ്റിക്സ് ബിസിനസ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. അത് അപ്പോൾ അവിടെ എങ്ങനെയാണ് ഓപ്പറേഷൻസ് എല്ലാം? ഓപ്പറേഷൻസ് നമുക്ക് റോ മെറ്റീരിയൽ ഇവർക്ക് ആവശ്യമുള്ള റിക്വയർമെൻറ്റ്സ് നമുക്ക് വാട്സപ്പിലൂടെ അതിലൂടെ നമുക്ക് മീഡിയ ഒരു ഐഡിയ തീം തരികയാണെന്നുണ്ടെങ്കിൽ നമ്മളത് നമ്മളുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഫൈൻഡ് ചെയ്ത് റോ മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഫൈൻഡ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ സാമ്പിൾസോ അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോസോ പ്രൊവൈഡ് ചെയ്തിട്ട് അഡ്വാൻസ് നമ്മൾ ചെയ്തു. അതായത് ഓർഡർ പ്രകാരം ആളിവിടെ എത്തിച്ചേരാമായിരിക്കും. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീട് പണി കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫർണിച്ചേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യുക. ഇദ്ദേഹം അവിടെ നിന്ന് അഷ്യൂർ ചെയ്തിട്ട് സാധനങ്ങളെല്ലാം കൊണ്ടുവരും. അത് ഫോട്ടോയ്ക്ക് അയച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കൺഫേം ആണെങ്കിൽ മാത്രം അദ്ദേഹം ഇവിടെ നിന്ന് അയക്കുന്നുള്ളൂ. അത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളും വേറെ ബിസിനസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ലൈറ്റിൻ്റെ കാര്യം മാത്രം ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഒന്ന് സംസാരിച്ചപ്പോൾ ഒന്ന് ആഡ് ചെയ്തു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വഴി കൂടെ പോകുമ്പോൾ ഈ ഒരു സാധനം കാണുമ്പോൾ ഒരു ഭയങ്കര കൗതുകമാണ്. തീർച്ചയായിട്ടും ഭയങ്കര കൗതുകമാണ്. ഞാൻ വീഡിയോ എടുക്കാനുള്ള കാരണം ഈ കൗതുകം കാരണം കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇതിലിടുന്നതായിരിക്കും. നിങ്ങൾ വന്നൊന്ന് കണ്ടു നോക്കാം. കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ വരരുത്. പർച്ചേസ് ചെയ്താൽ മതി. ഈ ഒരു നിർബന്ധിക്കണമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. പിന്നെ ഇവിടുത്തെ വിലയും നിങ്ങൾ വേറെ സ്ഥലത്തെ വിലയും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ ക്വാളിറ്റിയും ഇവിടുത്തെ റീസണബിൾ റേറ്റിൻ്റെ ഒരു സംഭവം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ ഇത്ര നേരം നമ്മുടെ അടുത്ത് സംസാരിക്കാൻ പറ്റിയത്, നിങ്ങളുടെ അടുത്തൊന്നും കാണാൻ പറ്റിയില്ല. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതെൻ്റെ സ്വന്തം നാട്ടിലെ എൻ്റെ ചാലക്കുടിക്കാരനാണ്. അപ്പോൾ എൻ്റെ സ്വന്തം നാട്ടിലെ ഒരാളുടെ സംരംഭം എനിക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നത് ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമില്ല. ഇത് എൻ്റെ സ്വന്തം നാട്ടിലെ ഏത് വ്യക്തികളുടെ ബിസിനസ് ഞാൻ പ്രൊമോട്ട് ചെയ്യും. കാരണം എൻ്റെ നാട് എനിക്ക് വലുതാണ്. അതുപോലെ എൻ്റെ നാട്ടിലെ ബിസിനസ്സുകാർ എനിക്ക് വലുതാണ്. ബിസിനസ് ഉണ്ടെങ്കിലാണ് ജോലി ഉണ്ടാവുള്ളൂ. ജോലി ഉണ്ടെങ്കിലാണ് ജീവിക്കാൻ പറ്റും. അപ്പോൾ എക്കണോമി ഇങ്ങനെ ഉയർന്നു. ചാലക്കുടിക്കാരെന്ന് പറഞ്ഞാൽ വേറൊരു പൊടി തന്നെയാണ്. എൻ്റെ ഒരു വികാരമാണ്. സ്വന്തം നാട് എന്ന് പറഞ്ഞൊരു വികാരമാണ്, വേറൊരു കാര്യം. അപ്പോൾ ഈ ചാലക്കുടിക്കാരനാവുക. ബായ്.